தலைவருக்கு സ്വാഗതം. தலைவரே வாங்களோ. ഹലോ, ഗുഡ് മോർണിംഗ് ആഷ്മി, ഗുഡ് മോർണിംഗ് വിജയകുമാർ. നമ്മളങ്ങോട്ട് തുടങ്ങുക. വാ. ഹലോ വിജയകുമാർ, ഉറങ്ങിയോ വിജയകുമാർ? ഉറക്കം പോയെന്ന് കുഴപ്പമില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് പ്രശ്നമില്ല. മാത്രമല്ല അവരെക്കാളും ടെൻഷൻ കേരളത്തിലെ ചാനലുകാർക്ക്. നമ്മളിപ്പോ എവിടെയായി നിൽക്കുന്നത്? സമയം 7:11 ആയിട്ടുണ്ട്. 8 മണിയാവാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 8 മണിയാകുമ്പോഴേക്കും തപാൽ വോട്ട് തുടങ്ങാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഇവിഎമ്മുകളെ വിളിച്ചുണർത്തി ടേബിളിലേക്ക് ഇവിഎമ്മുകളെ വിളിച്ചുണർത്തി കഴുകി കൊണ്ട് വെക്കാൻ പോകുന്നു. എന്നിട്ട് തുടങ്ങാൻ പോകുന്നു. 8:00 നമ്മൾ ആദ്യ സൂചന കൊടുക്കുക. സ്കേൻ ഒറ്റ സ്കേൻ നമ്മുടെ മാജി സ്ക്രീൻ എപ്പോഴും നമ്മുടെ സ്ക്രീൻ ഒന്നുകൂടെ ഞാൻ കണ്ടില്ല. അപ്പൊ സൂപ്പർ നമ്മുടെ ഓം ഹ്രീം നമ്മുടെ സ്ക്രീൻ ഒന്ന് വരട്ടെ. ഓം ഹ്രീം സ്വാഹ. ഓക്കെ, സ്വാഹ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമാകുമല്ലേ? ഓക്കെ, അത് വിട്ടേക്കാം. നമ്മുടെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ല, യാതൊരു ജാടയും പോരുമില്ല. ഒറ്റ നോട്ടത്തിൽ നോക്കുന്നു, കാര്യം മനസ്സിലാക്കുന്നു. വളരെ എളുപ്പം. NDA ഇന്ത്യ അത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ടോ? NDAയിലെ ഘടകകക്ഷികൾക്ക് എത്ര, ഇന്ത്യയിലെ ഘടകകക്ഷികൾക്ക് എത്ര, മറ്റുള്ളവർക്ക് എത്ര എന്നുള്ളതിന്റെ അടുത്ത ലെയറിൽ വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങൾക്കൊന്നും സംശയിക്കാനില്ല. പിന്നെ ഞാൻ തുടങ്ങിയപ്പോഴും ചെറിയ കള്ളം പറഞ്ഞു, ഞാൻ ഈ സ്ക്രീൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇതാണ് അല്ലെ NDA സഖ്യത്തിലാരെ, ഇന്ത്യ സഖ്യത്തിലാരെ, മറ്റുള്ളവർ ആരെ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ആദ്യത്തെ സ്ക്രീനിൽ തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. നോ കൺഫ്യൂഷൻ തീർക്കണമെന്ന് ഒരൊറ്റ പ്രേക്ഷകൻ പോലും പറയാത്ത ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ ലോകമെമ്പാടും ഇരുന്ന ഈ നമ്മുടെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംരക്ഷണം കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നമ്മൾ പറയുന്നു, ഇത്തവണയും നമ്മൾ ഇടവേള എടുക്കുന്നില്ല അല്ലെ? ഇടവേള ഇല്ലാതെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലവും നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ 3 പേരും ജസ്റ്റ് ഒന്ന് വിശ്രമിക്കൂ എന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും നമ്മുടെ ഒരു ഇലക്ഷൻ മാജിക് പ്രേക്ഷകർ എത്താറുണ്ട്. പ്രത്യേകിച്ച് കൗണ്ടിംഗ് ഡേയിൽ നിങ്ങൾ നമുക്കൊപ്പം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഇത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഞാനും വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിമും നമ്മുടെ ഈ പട്ടാളവും മാത്രം നടത്തുന്ന ഒരു കലാപരിപാടിയല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് നീങ്ങുന്ന അണിചേരുന്ന ഒരു യാത്രയാണ്. ബീഹാറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു സംഘമായിട്ട് അങ്ങ് നീങ്ങും. അവിടെ എല്ലാം സെറ്റാണ്. ഇക്കുറി ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. എക്സിറ്റ് പോളുകൾ NDAക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്. പക്ഷേ മഹാസഖ്യം പറഞ്ഞ അങ്ങനെ നല്ല കാര്യങ്ങൾ അട്ടിമറിയുണ്ടാവുമെന്ന് പറയുന്നു. ബീഹാറിന്റെ ആകാശത്ത് പടപടപടോ നെഞ്ചടിപ്പാണ്. മഹാസഖ്യത്തിന്റെ NDAയുടെ നേതാക്കൾ നെഞ്ചടിപ്പാണ്. ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത ഒരു നെഞ്ചടിപ്പ് ഇത്തവണയുണ്ട്. പലരുടെയും രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഈ കോട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അതിനിടയ്ക്ക് SK വരുമ്പോഴത്തേക്ക് ഒരു സ്വാഗതഗാനം എന്ത് പാടാമെന്ന് പറഞ്ഞു. അപ്പം വിജയേട്ടൻ പറഞ്ഞ പാട്ട് ചിലങ്ക കെട്ടി ഓടി ഓടി വാ വാ താമരക്കണ്ണ ഓടി ഓടി വാ എന്ന പാട്ട് പാടാമെന്ന് വിജയേട്ടൻ പറഞ്ഞു. എന്നെ ഒരു കഥാവിശേഷം അങ്ങനെയാണ് അത് പറഞ്ഞു. പാട്ടൊന്നും പറഞ്ഞു നന്നായി, അത് കൊള്ളാം. ചിലങ്ക കെട്ടി ഓടി ഓടി വാ വാ താമരക്കണ്ണ ഓടി ഓടി വാ വാ. അല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ക്ഷമയ്ക്കൊരു അതിരുണ്ട് അല്ലേ? ക്ഷമയ്ക്കൊരു അതിരുണ്ട്. നിങ്ങൾ പാടിയും തിരിഞ്ഞൊക്കെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ബീഹാറില് ഈ നെഞ്ചിടിപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. എന്താണ് ആളുകൾ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് പോയത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടാൻ പോവുകയാണ്. അതിൽ വലിയ ഏറ്റവും ഗുരുതരമായ SIR-നെ കുറിച്ചുള്ള ആരോപണം ഉയർന്നതും ഈ തെരഞ്ഞെടുപ്പിൽ 15 ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടില്ലല്ലോ. ശേഷം ആദ്യം തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങൾ തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഈ ആരോപണമൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ എന്നും ഇന്നും അറിയാം. എന്തായാലും വിജയകുമാർ പല കാര്യങ്ങളുടെയും ഉരകല്ലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇടവേള ഇല്ലാതെ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റിന്റെ അലോസരമില്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷക അലോസരം നമ്മൾ പറഞ്ഞുകൂടാ, അഡ്വർടൈസ്മെന്റ് പൈസ ഓക്കെ, അത് നമ്മളല്ലേ അലോസരം നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഇടവേള എടുക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 രൂപ എടുത്തിട്ട് കുറച്ച് കപ്പലണ്ടിയും ഒക്കെ വാങ്ങിച്ച് കുറച്ച് കട്ടൻ കോഫിയോ ചായ ഇട്ടുകൊണ്ട് ഇരുന്നോളൂ. നമുക്ക് ബീഹാറിന്റെ രാഷ്ട്രീയ വിധി, രാഷ്ട്രീയ തീരുമാനം എന്താണ് എന്ന് പരിശോധിക്കാൻ നമ്മൾ 8 മണി വരെ കാത്തിരുന്നാൽ മതി. ആഷ്മി, ആദ്യത്തെ ഒരു സൂചന, പല സൂചന
സൂചന നമുക്ക് എപ്പോ കിട്ടും? പോസ്റ്റ് വോട്ടല്ലേ പതിപോലെ എണ്ണുന്നത്? പതിപോലെ ആദ്യം 8 മണിക്ക് എണ്ണുന്നത് പോസ്റ്റ് വോട്ട്. ഒരു 8:15 ഒക്കെ ആകും പോസ്റ്റ് വോട്ട് കഴിഞ്ഞ് EVM-ലോട്ട് കടക്കും. EVM എണ്ണി തുടങ്ങി SK 8:30 അല്ലെങ്കിൽ ഒരു 8:40, പരമാവധി 8:40 നമ്മൾ ആദ്യ സൂചന പ്രേക്ഷകർക്ക് കൊടുക്കും. SK നമ്മൾ യാതൊരു രീതിയിലുള്ള ഒരു മുൻവിധിയില്ല, ഒരു അസംഷനില്ല, ഒരു കേറ്റിയടി ഇല്ല. കറക്റ്റ് ഷാർപ്പായി വരുന്ന ആദ്യ സൂചന സത്യമായിട്ട് നമ്മൾ അങ്ങോട്ട്. പിന്നീട് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു, നമ്മുടെ തെറ്റിക്കാനായിട്ട് ലഡു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നേരത്തെ ലഡു പൊട്ടിയായിരുന്നു. 500 കിലോ ലഡു ഓർഡർ ചെയ്തു. 500 കിലോ ലഡു ലഡു ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ലഡു ഒന്നും ഇല്ലാത്ത മുന്നോട്ട് പോകും. ആരുടെ മനസ്സിൽ ലഡു പൊട്ടും നമുക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.